ഹലോ ഗൈസ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ചാൽ എൻ്റെ റിപ്പീറ്റർ എക്സ്പീരിയൻസ് ബ്രില്യൻറ്റിലെ എക്സ്പീരിയൻസിനെ കുറിച്ചാണ്. ഞാൻ ആദ്യം ഓഫ്ലൈനായിട്ട് 2-3 ദിവസം പോയി. നമ്മുടെ കൊല്ലത്ത് പള്ളിമുക്കിൽ ഒരു സെൻറ്ററുണ്ട്, അവിടെ 2-3 ദിവസം പോയി. പിന്നെ ഞാനങ്ങ് ഓൺലൈനായി എന്ന് വെച്ചാൽ എനിക്ക് കൂടുതൽ ടോപ്പിക്സ് എടുക്കും. നമ്മൾ ഓഫ്ലൈനായിട്ട് പോകുമ്പോൾ എനിക്ക് അത്രയും തീർക്കാൻ പറ്റുമോ, വീട്ടിൽ വന്നിട്ട് അങ്ങനെയൊക്കെ കുറേ ടെൻഷൻസും അതൊക്കെ കാരണം ഞാൻ ഓൺലൈനായതിനു ശേഷം ഓൺലൈനായതിനു ശേഷം എന്ന് വെച്ചാൽ ക്ലാസ്സൊക്കെ ലൈവ് ഉണ്ട്. നമുക്ക് ലൈവായിട്ട് വേണമെങ്കിൽ കാണാം, അല്ലെങ്കിൽ റെക്കോർഡ് ഇടുമ്പോൾ റെക്കോർഡ് കാണാം. ഞാൻ റെക്കോർഡാണ് ഫോളോ ചെയ്തുകൊണ്ടിരുന്നത്. ക്ലാസ്സൊക്കെ നല്ല ക്ലാസ്സൊക്കെ, പക്ഷെ നമുക്ക് ഇച്ചിരി ഈ സബ്ജക്റ്റ് ഇച്ചിരി ഇൻഡെപ്ത് നോളജ് വേണം. എന്ന് വെച്ചാൽ എൻട്രൻസ് ഓറിയൻറ്റഡ് ആയിട്ട് വല്ലതും ഒക്കെ നമ്മൾ മുമ്പേ പ്രിപ്പയർ ചെയ്തിട്ടുള്ളവർക്കാണെങ്കിൽ വലിയ ഒരു ടഫ്നെസ് വരത്തില്ല. പക്ഷെ എനിക്കെന്ന് വെച്ചാൽ ബോർഡ് എക്സാം ലെവൽ മാത്രമേ അറിയത്തുള്ളൂ. ഞാൻ എൻട്രൻസിന് പോകുന്ന ഒരു പ്രതീക്ഷയില്ലാതെ ചാടി കയറി കൊടുത്ത ആളാണ്. അപ്പോൾ എനിക്ക് അതിനെക്കുറിച്ച് വലിയ പിടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ചില ചാപ്റ്റേഴ്സൊക്കെ എനിക്ക് ടഫായിട്ട് തോന്നി, ചില ചാപ്റ്റേഴ്സ്. പിന്നെ ബ്രില്യൻ്റെ ടൈം ടേബിൾ എന്നൊക്കെ പറഞ്ഞാൽ പക്കായിരിക്കും, കറക്റ്റ് സമയത്ത് തീരും. അവർ ടേക്കുന്നത് കറക്റ്റ് സമയത്ത് എന്തായാലും തീർക്കും, അതൊക്കെ പക്കായ. പക്ഷെ നമുക്ക് ഇച്ചിരി എടുക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അതുപോലെ ഓൺലൈനും കൂടിയാണ്, നമുക്ക് ആർക്കും ചോദിക്കാൻ പറ്റത്തില്ല. മറ്റേ ഓഫ്ലൈനിൽ പോയാൽ നമുക്ക് ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ ഡിസ്കസ് ചെയ്യുക. ഇവിടെ പിന്നെ അങ്ങനെ ഒന്നുമില്ല, നമ്മൾ തന്നെ ഇരുന്ന് എല്ലാം മനസ്സിലാക്കണം. ഓൺലൈൻ ആണെങ്കിൽ ഉള്ള പ്രശ്നമാണ് നമ്മൾ തന്നെ, നമുക്ക് ആരും ഇല്ല ചോദിക്കാനോ പറയാനോ. പിന്നെ ആദ്യമൊക്കെ നന്നായിട്ടൊക്കെ പഠിത്തമൊക്കെ നടക്കും, പിന്നെ നമുക്ക് ഡിസ്ട്രാക്ഷൻസ് ഒക്കെ അങ്ങോട്ട് കയറിയാൽ ഓൺലൈൻ വെച്ചാൽ നമുക്ക് നല്ല ഫോക്കസും ഒക്കെ വേണം. പക്ഷെ എനിക്കത്ര ഫോക്കസ് കിട്ടിയെന്ന് വെച്ചാൽ കിട്ടി, പക്ഷെ എനിക്ക് വിചാരിച്ചാണെങ്കിൽ അങ്ങോട്ട് പെർഫോം ചെയ്യാൻ പറ്റിയില്ല. ഞാൻ ഇപ്പം എനിക്ക് റിഗ്രറ്റ് ഉണ്ട്, ഓഫ്ലൈൻ പോയാൽ മതിയാർന്നൊന്ന്. പക്ഷെ ഓൺലൈൻ എടുത്ത് നമ്മൾ അങ്ങനെ ഒന്ന് പഠിക്കുവാണെങ്കിൽ അത് കറക്റ്റ് ആയിരിക്കും. പിന്നെ ബ്രില്യൻ്റെ മെറ്റീരിയൽസൊക്കെ സെറ്റ് മെറ്റീരിയൽസൊക്കെ അതൊക്കെ അതിനെക്കുറിച്ചൊന്നും നമുക്ക് പറയാനില്ല. അത് ചെയ്താൽ നമുക്ക് സെറ്റായിട്ടെല്ലാം കിട്ടുകയൊക്കെ ചെയ്യും. അത് നമുക്ക് ക്ലാസ്സിൽ ചെയ്ത് തരും. ഒരു വർക്ക് ബുക്കുണ്ട്, അത് ക്ലാസ്സിൽ ഒരു 25 ക്വസ്റ്റ്യൻ കാണും ഒരു ചാപ്റ്ററിൽ നിന്ന്, അത് ചെയ്ത് തരും. പിന്നെ നമുക്ക് തന്നെ ചെയ്യാൻ ഒരു ബുക്കുണ്ട്. പിന്നെ അല്ലാതെ പ്രീവിയസ് ഇയർ ഒരു ബുക്ക്ലെറ്റ് ഉണ്ട്, വല്ല തടിയുള്ള ഒരു ബുക്ക്ലെറ്റ് ഉണ്ട്, അത് ചെയ്യാം. പിന്നെ മെറ്റീരിയൽസൊക്കെ ഉണ്ട്. പിന്നെ ഇത്രയൊക്കെ തന്നെ. പിന്നെ നമ്മൾ ഇപ്പോൾ റിപ്പീറ്റ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്ന ഒരാളാണെങ്കിൽ ഏറ്റവും നല്ല ഓപ്ഷൻ ബ്രില്യൻ്റ് ആയിരിക്കും. ഇച്ചിരിയൊക്കെ നമ്മൾ അവർ പറഞ്ഞു തരുന്നത് ഉൾക്കൊണ്ട് നമ്മൾ ഇച്ചിരി കൂടെ എഫേർട്ട് ഇട്ട് ഇരുന്ന പിന്നെ നമ്മൾ ഓൺലൈൻ തിരഞ്ഞെടുക്കണ്ട, ഓഫ്ലൈൻ ആയിരിക്കും ഏറ്റവും ബെറ്റർ. അത് എൻ്റെ ഒരു എക്സ്പീരിയൻസ്. ഞാൻ വിചാരിച്ച് ഓൺലൈൻ ആകുമ്പോൾ കൂടുതൽ സമയമൊക്കെ കിട്ടും, പക്ഷെ അത്ര അങ്ങോട്ട് എഫക്റ്റീവ് അല്ല. നമ്മൾ പകുതിയൊക്കെ ആകുമ്പോൾ നമുക്ക് ഇച്ചിരി ഒരു ലാഗും, മൊത്തത്തിൽ നമുക്ക് വീട്ടിൽ ഇരുന്ന് തന്നെ ഒരു ഡിപ്രഷനും ഇത് കിട്ടും, മൊത്തത്തിൽ ഒരു പ്രശ്നങ്ങൾ വരും. അപ്പം ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്യാം. അതൊക്കെ നമ്മളെ നമ്മുടെ ഈ പാതയെ കൂടെ കടന്നു പോകുന്നവർക്ക് നമുക്ക് നമ്മുടെ ആ ഒരു ഡിപ്രഷനൊക്കെ പറഞ്ഞാൽ മനസ്സിലാവത്തുള്ളൂ. പക്ഷെ വീട്ടുകാർക്ക് എത്ര പറഞ്ഞാലും അവർക്ക് ഒരു ലിമിറ്റേഷൻ ഉണ്ട് നമ്മളെ മനസ്സിലാക്കുക. പക്ഷെ നമ്മുടെ കൂടെ കണക്ക് ആ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് പറയുമ്പോൾ അവർ നമുക്ക് ഒരു മോട്ടിവേഷനൊക്കെ തരും. പക്ഷെ വീട്ടിൽ ഇരിക്കുമ്പോൾ എനിക്ക് അത്രയും ഇങ്ങോട്ട് അത് തോന്നിയില്ല. അതുകൊണ്ട് നിങ്ങൾ ഓഫ്ലൈൻ പോകുന്നതായിരിക്കും ബെറ്റർ. പിന്നെ ഇതിനെക്കുറിച്ച് ഇത്രയൊക്കെ ഉള്ളൂ. നിങ്ങൾക്ക് വല്ല ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കും, ഞാൻ അതിന് ഒക്കെ റിപ്ലൈ തരുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.